ആസ് എ ബയേഴ്സ് ഏജന്റ് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരു ഹൈ ലെവൽ ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് ഇത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന മാർക്കറ്റ് ഒരു ഗ്രോത്ത് ഫേസിലാണോ എന്നുള്ളതാണ്. അത് ഏത് സിറ്റിയാണ്, ഏത് സബർബാണ് ഇപ്പോൾ ഒരു ഗ്രോത്ത് ഫേസിലോട്ട് കിടക്കുന്നത്, ആ സബർബിൽ നമ്മൾ മാക്സിമം പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുക. ഇത് ജസ്റ്റ് ഒരു ഗസ് വർക്ക് അല്ല. നമ്മൾ കൂടുതലൊരു ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രോത്ത് സൈക്കിളിലുള്ള സബർബ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ ആ സബർബിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പിന്നെ പ്രോപ്പർട്ടീസ് അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ന്യൂ ഹൗസ് വാങ്ങില്ല, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഹൗസസ് വാങ്ങുക. എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ ഹൗസസിന് എപ്പോഴും ഒരു ടോപ്പ് ഡോളർ നമ്മൾ പേ ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡിങ് ഡെവലപ്പേഴ്സിൻ്റെ മാർജിനും പിന്നെ ടോപ്പ് ഫിക്സ്റ്റേഴ്സും അതിൻ്റെ ബിൽഡ് കോസ്റ്റും എല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ എസ്റ്റാബ്ലിഷ് ഹൗസിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം റെന്റൽ ഈൽഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ ഗ്രോത്ത് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഈ റെന്റൽ ഈൽഡിനെ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പം ക്യാഷ് ഫ്ലോ നമ്മൾ ആവശ്യത്തിനുള്ള റെന്റ് നമുക്ക് കിട്ടിയാലേ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാക്ടർ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നാലാമത്തെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ആഡ് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു ഗ്രാനി ഫ്ലാറ്റ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോസ്മെറ്റിക് റെനോവേഷൻ വഴി നമുക്ക് കുറച്ച് ക്യാഷ് ഫ്ലോ കൂടുതൽ റെന്റ് നമുക്ക് കൂടുതൽ കിട്ടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർട്ടി എങ്ങനെയും ഒരു അണ്ടർ മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള തറോ ആയിട്ടുള്ളൊരു CMA അനാലിസിസ് നടത്തണം. എന്നാലും നമുക്ക് കറക്റ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ഗ്രോത്തും നല്ലൊരു പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.